നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പേരാമ്പ്രയിൽ മകൻ ലിനീഷ് സ്വത്ത് തർക്കത്തെ തുടർന്ന് അമ്മ പത്മാവതിയെ കൊലപ്പെടുത്തി. തിങ്കളാഴ്ച പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ പത്മാവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീണതിനെ തുടർന്നുണ്ടായ പരിക്കാണെന്ന് മകൻ ആദ്യം പറഞ്ഞിരുന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയുടെ പിൻഭാഗത്തേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്ന് കണ്ടെത്തി. മദ്യപാനിയായ ലിനീഷ് സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലി വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിലേക്ക് ചൈന സ്വാഗതം ചെയ്തു. ചൈനയിലെ ടിയാൻജിനിൽ ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളായി നടക്കുന്ന ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യക്കെതിരെ US ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മോദിയുടെ ഈ ചൈന സന്ദർശനം. ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ അസ്വാഭാവികമായ ഉപകരണം കണ്ടെത്തിയെന്ന് അധികൃതർ ആരോപിച്ചു. എന്നാൽ ഇത് നന്നാക്കാൻ അയച്ച കേടുപാടുകൾ സംഭവിച്ച പഴയ നെഫ്രോസ്കോപ്പ് മാത്രമാണെന്ന് ഡോക്ടർ ഹാരിസ് വിശദീകരിച്ചു. തന്നെ മനഃപൂർവ്വം കുടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് ആരോപിച്ച് പ്രിൻസിപ്പളും സൂപ്രണ്ടും തന്റെ മുറിയിൽ പുതിയ താഴിട്ട് പൂട്ടിയതായും അദ്ദേഹം പറഞ്ഞു. പോൾ നടത്തിയതിനും വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടർമാരെ നീക്കം ചെയ്തതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകി. എന്നാൽ വോട്ടർ പട്ടിക പിൻവലിച്ചു എന്നുള്ള പ്രചാരണം തെറ്റാണെന്നും വോട്ടർ പട്ടിക പൊതുജനങ്ങൾക്ക് ലഭ്യമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു. വോട്ടർ പട്ടിക ഒറ്റ രാത്രി കൊണ്ട് നീക്കം ചെയ്തുവെന്ന് അവകാശപ്പെടുന്ന ഒരു എക്സ് അക്കൗണ്ട് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചാണ് കമ്മീഷൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ തട്ടിപ്പ് ആരോപണങ്ങൾക്ക് വീണ്ടും മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ഇറക്കുന്നത് പോലെയാണെന്ന് കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. തെളിവുകൾ ശരിയാണെങ്കിൽ സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് രേഖാമൂലം പരാതി നൽകാൻ രാഹുൽ തയ്യാറാകണമെന്നും കമ്മീഷൻ ആവർത്തിച്ചു. ഇതിനോട് രാഹുൽ പ്രതികരിച്ചത് താൻ പറയുന്നത് കള്ളമാണെങ്കിൽ നടപടിയെടുക്കട്ടെ എന്നാണ്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ നിർത്തിയാൽ രാജ്യത്തിന് 78,885 കോടി രൂപ മുതൽ 1.05 ലക്ഷം കോടി രൂപ വരെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പറയുന്നു. യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷമാണ് ഇന്ത്യ വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയത്. ബാരലിന് 5,259 രൂപ എന്ന നിരക്കിൽ കിഴിവോടെയായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ ലഭിച്ചിരുന്നത്. ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപന്മാർ യൂഹന്നോൻ മിലിത്യോസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സുരേഷ് ഗോപി MP പരോക്ഷമായി വിമർശിച്ചു. ഞങ്ങൾ തൃശൂരുകാർ തിരഞ്ഞെടുത്ത് ദില്ലിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല, പോലീസിൽ അറിയിക്കണമോ എന്ന ആശങ്ക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിലും അതിനുശേഷം ഒഡീഷയിലും ബീഹാറിലുമടക്കം കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ ആക്രമണങ്ങൾ ഉണ്ടായ സംഭവങ്ങളിലുമാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പ്രതികരിക്കാതിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പോസ്റ്റ്. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് 6.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയായ സായമ്മയുടെ അമ്മ ശ്യാമളയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടിപ്പിൽ അമ്മയ്ക്കും പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്. ഈ കേസിൽ സായ നേരത്തെ അറസ്റ്റിലായിരുന്നു. സായയുടെ പേരിൽ സമാനമായ 9 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായ ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.